ഈ ഗോവിന്ദച്ചാമീനെയും ഒരാൾ 10 പേരെ കൊല്ലുന്നതും, അമ്മ മോളെ കൊല്ലുന്നതും, മോള് അച്ഛനെ കൊല്ലുന്നതും, അച്ഛൻ മോളെ കൊല്ലുന്നതും, മോൻ അമ്മയെ കൊല്ലുന്നതും, റേപ്പ് ചെയ്യുന്നതും, പീഡിപ്പിക്കുന്നതും, പരസ്പരം വെട്ടിക്കൊല്ലുന്നതുമായിട്ടുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ ഈ പറഞ്ഞ ദൈവം സൃഷ്ടിച്ച ആളുകൾ തന്നെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ നീതിന്യായമ വ്യവസ്ഥ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അപ്പം നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം, എന്തിനാ ഇങ്ങനെയുള്ള പെരട്ട ആൾക്കാർ സൃഷ്ടിച്ച്, നിങ്ങൾ എന്തിനാ സൃഷ്ടിച്ചെന്ന് ചോദിക്കണം. ഇവിടെ ഞാൻ ഈ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യത്തെ കുറിച്ചാട്ടോ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞുള്ള സ്വർഗത്തെ കുറിച്ച് ഞാനല്ല ചോദിക്കണേ. അത് നിങ്ങൾ വെറും വിശ്വാസമാണ്, ഒരു തെളിവും അതിൽ കാണിക്കാൻ നിങ്ങൾക്കില്ല. ഞാൻ പറയുന്നത് ഇവിടെ നടക്കുന്ന സംഭവത്തെ കുറിച്ചാണ്. ഒരു 5 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണിനെ ഒരുത്തൻ കൊണ്ടുപോയിട്ട് കാട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നു. ഇടയിലായിട്ട് വേറൊരു സംഭവം നടക്കും, ഗോതമ്പ് തോട്ടത്ത് കൊണ്ടുപോയിട്ട് കൊന്നത്. ഇതിനേക്കാൾ ആരോഗ്യം കൊടുത്തത് ആരാ? ദൈവമാണ്. അവന്റെ വിശ്വാസം വരെ നോക്കിക്കഴിഞ്ഞാൽ പെണ്ണിനെ റേപ്പ് ചെയ്യാൻ അനുഗ്രഹം കൊടുത്തത് ദൈവമാണ്. പക്ഷെ എന്താല്ലേ, അക്രമങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ട് അതും ദൈവത്തിൻ്റെ മേത്ത് പഴിചാരാ. അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മനുഷ്യന് ഫ്രീ വില് തന്നിട്ടുണ്ടെന്ന്, ചിന്തിക്കാനുള്ള കഴിവും, നല്ലതും ചെയ്യാം ചീത്തയും ചെയ്യാം. അതിൽ ഈ ലോകം ഒരു പരീക്ഷണശാലയാണെന്ന് ദൈവം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ പരീക്ഷിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ചെയ്യാതിരിക്കാനുള്ള വിവേകവും തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ ബലാത്സംഗം ചെയ്ത ഗോവിന്ദസ്വാമിക്ക് അറിയാഞ്ഞിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്, ശരിയല്ല, അത് തെറ്റാന്നറിയാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. ഈ പറഞ്ഞ റേപ്പുകളും അക്രമങ്ങളും കൊലപാതകങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നതാണ് വസ്തുത. അല്ലാണ്ട് അറിയാഞ്ഞിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്, തെറ്റാണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത്. എന്നിട്ടും ദൈവത്തെയാണ് പഴിക്കുന്നത്. അത്രയുള്ള മനുഷ്യൻ. ഈ ലോകം ഒരു പരീക്ഷണമാണെന്ന് പറയുന്നുണ്ട്, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും പഠിപ്പിച്ച് തന്ന് പരീക്ഷ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റുത്തരം എഴുതുമ്പോൾ അധ്യാപകൻ വന്നിട്ട് തിരുത്തി തരുമോ? ഇങ്ങനെയല്ല, അങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ശിക്ഷയാണ്, അല്ലേ? റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രതിഫലമായിട്ടുള്ള മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുക. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും. ഈ ലോകം ഒരു പരീക്ഷണശാലയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് പിന്നെയും നമ്മൾ തെറ്റ് ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് അറിയാനിട്ടല്ല, അതൊരു വസ്തുത. പടച്ചവൻ ഹൃദയത്തിലോട്ടാണ് നോക്കുന്നത്. അറിഞ്ഞ് ആ തെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മരിച്ചു കഴിഞ്ഞ് വിചാരണ സമയത്ത് ഏതൊരു ചെറിയ തെറ്റിനും അതിൻ്റേതായിട്ടുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് നന്മ ചെയ്താലും അതിനുള്ള പ്രതിഫലവും ലഭിക്കും. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്നതാണ് ഒരു വസ്തുത. ആ പ്രശ്നങ്ങളൊക്കെ ദൈവം ഇവിടെ നേരിട്ട് വന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് പരീക്ഷണം? പിന്നെ പരീക്ഷണം എന്നൊരു സംഭവം ഇല്ലല്ലോ. തീർച്ചയായിട്ടും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്.